ഓ പൂച്ചക്കുഞ്ഞളെയും കൂടി തന്നെ എഴുതുണ്ടല്ലേ. ഞാൻ വരുമ്പോ പൂച്ചക്കുഞ്ഞുങ്ങളല്ല മീനല്ലേ, മീൻ കണ്ടോണ്ടായിരിക്കും അല്ലേ. നല്ല മത്തി തന്നെയല്ലേ അമ്മ, നല്ല കുഞ്ഞുമത്തി. നമുക്ക് ഇത് കറിയാക്കാം കേട്ടാ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിട്ടേ തേങ്ങ അരച്ച മത്തിക്കറീൻ്റെ റെസിപ്പി കാണിക്കണമെന്ന്. അപ്പം നമുക്കിന്ന് നല്ലൊരു തേങ്ങ അരച്ച മത്തിക്കറി ഇന്ന് ഉണ്ടാക്കാം. എടുക്കുക നീ അമ്മ പേരക്ക മുറിച്ച് തിന്നില്ല. പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. മീൻ കുറച്ച് മുറിക്കുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു തോന്നിയപ്പോൾ ഉള്ളിണ്ടാക്കാൻ ഇതെല്ലാം വൃത്തിയാക്കി വെച്ചോ, മുറിച്ച് വെച്ചോ, ഞാൻ മുറിച്ചോളാം. അപ്പം മീനിലെ ഉള്ളിയും ഇതെല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഉള്ളി ചുവപ്പുള്ള പേരക്ക. പിന്നെ ചീര കിട്ടിയിട്ടുണ്ടായി കേട്ടാ. അത് ഞാൻ ബക്കറ്റിലിട്ട് നല്ല വൃത്തി കഴുകിയത്. ഭയങ്കര പൂഴിയമ്മ, ചെറുങ്ങനെ പാടും ചെയ്തിന്. അത് അതിനെ കൊണ്ടുവന്നിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. ഫ്രിഡ്ജിൽ വേഗം വെച്ചു. കൊട്ടയിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ കൊട്ടയിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവട്ടില്ല. ഞാൻ പിന്നെ എത്ര കൊട്ടയിൽ കെട്ടിയിട്ട് വെക്കുന്നു. അപ്പൊ കൊറേ കളഞ്ഞു കഴിഞ്ഞു, ഇല തന്നെ പാടിയിട്ടുണ്ടായി. അപ്പൊ ബക്കറ്റിലിട്ടിട്ട് 3-4 കുലുക്കി കഴുകി ഒന്നും കൂടി കഴുകി വെക്കാം. പൂഴി നല്ലോണമുണ്ട്. പേരക്കെല്ലാം കഴിഞ്ഞ ഒന്നുകൂടി കഴിഞ്ഞ് പേരക്ക സാവത്തിൻ്റെ അത്ര കിട്ടിയതേ. സാവത്തിൻ്റെ ഇട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട്. അത് പുഴുങ്ങയില്ലേ? അതാ മുരിങ്ങാൻ്റെ വരെയല്ലോ പ്ലാവിൻ്റെ ഒരു മസുന്നമ്മ ഉണ്ടെങ്കിൽ ഇപ്പം പേരക്ക തിന്നുമ്പോൾ എല്ലാം മസാല ഓർമ്മയുണ്ട്. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ കറിയും മത്തി ചീര ഉപ്പേരിയും ഇത് വെണ്ടക്ക പൊരിച്ചതും. അപ്പോൾ ഇവിടെ വെണ്ടക്ക ഉണ്ട് പറിക്കാനായിട്ട്. അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ലേഗോസ് വന്നിട്ടില്ല. വെക്കേണ്ടി വരുമോന്ന് അറിയില്ല. അത്ര അമ്മ മിക്കവാറും റെഡിയാക്കേണ്ടി വരും. ഇതുണ്ടല്ലോ ഇതിനെ പിടിക്കാൻ തുടങ്ങി. ഇത് വേനൽക്കാലത്തേ ഉണ്ടായ വെണ്ടക്കയാണ്. ഇപ്പം പിടിച്ച് അങ്ങ് മേലെത്തി. മറ്റേത് നോക്കറാ അങ്ങ് എവറസ്റ്റായി. മഴക്കാലം കഴിഞ്ഞപ്പം വേനൽക്കാലം ആദ്യമാവാനായി. ഇനി നമുക്ക് തല പൂത്തിട്ടാകുമ്പോൾ നമുക്ക് കൊത്തി കൊടുക്കാം. അന്നേരം ഇതിന്റെ അടിയിൽ തേക്കുക. അടിയിൽ തേത്തിട്ട് പിടിക്കലുണ്ടത്. അതല്ലേ ഓരോ മണ്ണിന്റെ ഇതുപോലെയാണ്. എപ്പുറത്തെ മേലെ 2 ഉണ്ട്. അതൊന്നും മൂത്തതാണ് എനിക്ക് തോന്നുന്നു. വിത്തായിക്കോട്ടെ, മൂത്തതാണെങ്കിൽ പിന്നെ അമ്മേനെ കാണുന്നില്ല ഇതിന്റെ ഇല മറിഞ്ഞിട്ട്. എല്ലാം പുഴു കുത്തിനി ഏലക്കല്ല. മൂത്തിട്ടാ ഞാൻ രാവിലെ നോക്കിനി. പറിച്ചോ. മറിക്കട്ടാ. നാളെ പറിച്ചാ മതിയാ. നാളെ പറിക്കാം. പൊരിക്കാൻ അത്രല്ലേ വേണ്ടു. അയിമ ഉണ്ടാവാൻ ഓന് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്ക വറവ്. എപ്പോൾ ഉണ്ടാവും അല്ലേ. മൂത്തുവ ഇത് നോക്കറാ. അത് മൂത്തുവാ. ഞങ്ങുന്നുണ്ടെങ്കിൽ മൂത്തിട്ടുണ്ടാവില്ല.
അപ്പൊ ഇവിടെ ഒരു സാധനത്തിനെ പൊത്തി വെച്ചിട്ടുണ്ട്, എന്നാണ് കാണിച്ചു തരാട്ടാ. പാരയെല്ലാം എടുത്ത് ഡോൾഫിനെക്കാളും തുള്ളു ഇത്. എൻ്റെ മേത്തേക്ക് അവസാനം തുള്ളി വരില്ലെന്ന് പറയാൻ കഴിയില്ല. അവന്റെ മേത്തേക്ക് തുള്ളട്ട്. വലിയ കഴിച്ചേരി. അയ്യോ കൂട്ടേന്റെ പൊടിയേരം വീണിന്ന് തോന്നുന്നു. കാണുന്നുണ്ടോന്ന് അറിയില്ല. വലിയ കഴിച്ചേരുണ്ട് കേട്ടോ. അപ്പൊ ചീരെല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ മീൻകറി വെക്കാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. നെയ്മത്തി ആയതുകൊണ്ട് എണ്ണയെല്ലാം കുറച്ച് ചേർത്തിട്ട് നല്ല നെയ്യുണ്ടല്ലോ മേമത്തേക്ക്. ഇനി നമുക്ക് 3 പച്ചമുളകും 1 അരക്കഷ്ണം ഉള്ളിയും 1 തക്കാളിയും ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഉള്ളിയും പച്ചമുളകും ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്. ചേർത്തിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരട്ട്. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ മീൻ മുറിക്കുന്ന സമയത്ത് ചൂടുവെള്ളത്ത് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കേ. അപ്പോൾ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അരമുറി തേങ്ങയുടെ ചെറിയ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. മീൻകറിക്ക് തേങ്ങ കുറച്ച് നന്നായിട്ട് തന്നെ അരയണം. അപ്പം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരവ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല നെയ്യ് മത്തിയാണല്ലോ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ പൊന്തുന്നു. നെയ്യാവാനായില്ലേ? ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. മീൻ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ജാറ് അത് ശരിയായിട്ട് അന്ന് മാറ്റിക്കൊണ്ടുവന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ മതിയോ? ഇങ്ങനെ ഇട്ടെടുത്തോ, അല്ലെങ്കിൽ കീർന്നിട്ട് ഇട്ടെടുത്തോ. എന്നാ ഇങ്ങനെ ഇപ്പോൾ നമ്മളെ മീൻകറിയെല്ലാം തിളച്ച് വരുന്നുണ്ട്. അടുപ്പത്ത് ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതെ, വിറകടുപ്പിലുണ്ടാക്കിയത്. മൺചട്ടിയിൽ. നമുക്ക് നമ്മളെ വെണ്ടക്കേൻ്റെ പരിപാടി നോക്കാമല്ലോ. മൂത്തോയാ പിന്നെ അരവ് തേക്കണം. അല്ല, ഒന്നും കൂടി മുളന്നു. പോക്കാറേ ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സാമ്പാർ പൊടിയോ മറ്റേ ചിക്കൻ മസാലയോ എന്താ വെച്ചാൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇന്ന് ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ലൂ കേട്ടോ. മൺചട്ടിയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അമ്മ, വാങ്ങി വെച്ചാൽ വേണം തിളച്ചുകൊണ്ടിരിക്കും. ചീര അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം വേണ്ടി വരും അല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാടൻ ചീരയാണെങ്കിൽ ആ കഴുകി വാരിയ ആ വെള്ളം തന്നെ മതി അല്ലേ. നമ്മൾ ആദ്യം കഴുകൂലേ മുറിക്കുന്നതിന് മുന്നേ, ആ ഒരു നനവന്നെ ഉണ്ടായാൽ തന്നെ പോകും. വെണ്ടക്കൊക്കെ അങ്ങനെ മസാല പിടിക്കുകയില്ല അല്ലേ, ഇങ്ങനെ വഴുതും പോലെ ആയതുകൊണ്ട്. മറ്റേ വെണ്ടക്കനേക്കാൾ നമ്മളെ ചീര നല്ല വെന്തിട്ടുണ്ടല്ലോ. നമുക്ക് ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും നമ്മളെ കാന്താരി ചതച്ചതെല്ലാം ചേർത്ത് കൊടുക്കുക. നമ്മളെ ഇവിടെ തന്നെ പിടിച്ച കാന്താരിയാണ്, നല്ല നീളമുണ്ടല്ലോ അമ്മ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും നമ്മളെ കാന്താരി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും. നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ ചീര ഉണ്ടായിട്ടാ നമ്മ, ചീര അങ്ങനെ ഉണ്ടായിട്ടാ കുറച്ച് ആദ്യം ഓർമ്മയില്ല കാണിച്ചു. ആ പച്ചച്ചീര ഉണ്ടായിരുന്നു. മഴ വെച്ചിട്ട് അവസാനം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ പൊരിക്കും പോലെ വെണ്ടക്ക പൊരിക്കലായി. അത് നല്ല ടേസ്റ്റാണത്. നല്ല രസമാണ്. എന്തെങ്കിലും ഒരു കറിയും ഇത് ഉണ്ടായാൽ നല്ല രസമാണ് ചോറ് കഴിക്കാം. അതെ, വെണ്ടക്ക പൊരിക്കൽ വൈകുന്നേരം പൊരിക്കലുള്ള നമുക്ക് പറയാനാണ്. ഭയങ്കര നല്ല ടേസ്റ്റ് അല്ലേ വഴുതനങ്ങ വെണ്ടയ്ക്കല പൊരിച്ച് കഴിഞ്ഞാൽ. എല്ലാവരും തോന്നില്ല അത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം. രണ്ടെണ്ണ അതിക്ക് ലോകിന് ഭയങ്കര ഇഷ്ടമാണ്. അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ വെണ്ടക്ക ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ അധികം ഓവറായിട്ട് മസാലയൊന്നും ചേർത്തിട്ടാ, അങ്ങനെ മതി. അപ്പോൾ മസാല പിടിക്കൂല. അമ്മ ചോറ് കഴിക്കാം. അന്നേരം മുതലുണ്ട് ഞാൻ പറയുന്നത് അമ്മ ഉണ്ടയെടുത്ത് തിന്നോന്ന്. ഇത് ഉണ്ടയെല്ലാം ഇന്നാക്കീനി, നൂൽപുട്ടാക്കീനി. ബാക്കിയിലെ മാവ് കൊണ്ട് വൈകുന്നേരം അവർ വന്നാടും പറയും വിശക്കുന്ന പറഞ്ഞുകൊണ്ടാ ലോകൽ ഓടിക്കൊണ്ടല്ലേ. അതുകൊണ്ട് വന്നാടും വേഗം എടുത്തു കൊടുക്കാലോ വെച്ചിട്ട് അതിന് എടുത്തോ. എപ്പോഴേ ഉണ്ട് പറയുന്ന അറിയാം. കഴിച്ചോ, മധുരില്ലായോണ്ട് കുഴക്കട്ട. അപ്പൊ നമ്മ ചോറയിക്കലായി കേട്ടാ. നമ്മളെ പാറൂസ് എത്തിയിട്ടുണ്ട്. പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് അമ്മ വിളിച്ചു വരുന്നു പറഞ്ഞു. അപ്പൊ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോറയിക്കാം. അമ്മമ്മ ചോറയിക്കലായി. അമ്മമ്മ നമ്മളെ സ്പെഷ്യൽ അമ്മമ്മ ഇത് വേണ്ടിച്ചു മീൻ പൊരിച്ചാണ്. വെണ്ടക്ക ചാക്കാനാവില്ല. ചീരപ്പേരെടുത്തിട്ടാ കുറച്ചതി കൊണ്ടുകൂട്ട നമ്മളെ തേങ്ങ അരച്ച മീൻ കറി മത്തി. അതെ മീൻ പൊരിച്ചാലാട്ടാ.
കഴിച്ചിട്ടുണ്ടാവുമ്പോ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടൊക്കെ അമ്മയത്ത് പോയാലോ നമ്മ ആക്കിട്ടേ അതിനേക്കാളും വലുത്. അപ്പോ നമ്മളെ ഉച്ചക്കത്തെ ഇന്നത്തെ സ്പെഷ്യല് നല്ല തേങ്ങ അരച്ച മത്തിക്കറിയും ചീരുപ്പേരിയും ഞാനതൊക്കെ നിങ്ങളെ കാണാണ്ട് ഒരു പറങ്കരുത് ചോദിച്ചു. ഞാൻ പറയാം എനക്ക് മാത്രമേ പറഞ്ഞിട്ട് പറയാ. അമ്മേനെ പറ്റിച്ചൂടാ വരുമ്പോ അച്ഛന് കറി കൊടുത്തിട്ട് വരുമ്പോ പറിച്ചിട്ട് വന്നത്. അച്ഛനുണ്ട്. അച്ഛൻ നേരത്തെ പണി കഴിച്ചു വന്നിന്. അപ്പൊ നമ്മളെ ചീരുപ്പേരിയും മീൻ്റെ കുഞ്ഞുമത്തീൻ്റെ കഷ്ണവും വെണ്ടക്ക ലാസ്റ്റ് കഴിക്കാം. ഇതെല്ലാം ഞാൻ പണ്ടൊക്കെ അടിച്ചോട്ട് കാമ്പരി നല്ല നല്ല ദിവസം ഉണ്ടാവുമ്പോൾ വെണ്ടക്ക നമ്മൾ കഴിക്കാനാണ് അതെടുത്തോ. അമ്മ ഒന്നും തിന്നൂലാടാ. കാണൂലേ അമ്മ തോട്ടത്തെ മീൻ താങ്കളെ മുങ്ങിയത് കപ്പ മധുരക്കിഴങ്ങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളതെല്ലാം തോട്ടിക്കൊണ്ട് കൊണ്ടാലായിരിക്കും ആരെങ്കിലും വരുന്നത് കൊണ്ട് കൊടുത്താൽ കേട്ടാ. എല്ലാം മതിരായിരുന്നു. അമ്മേടത്തും മന്തുന്നുണ്ടാ. നമ്മളതെല്ലാം മന്തി കൊണ്ടുപോയി എടുത്ത് പഞ്ചമാർക്കുമ്പോൾ അങ്ങോട്ട് വെച്ചിട്ട് സുഖമായിട്ട് മാറി. താഴെ കിട്ടുന്ന കപ്പ ഇല്ല വന്നിട്ടുണ്ട്. അപ്പൊ നമ്മ ചോറ് കഴിച്ചിട്ട് വരാം. നിങ്ങളെ വീട്ടിൽ ഇന്ന് ഉച്ചക്ക് എന്നാ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ബൈ.